മന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിൽ കെഎസ്യു പ്രവർത്തകരുടെ ജാമ്യ ഹർജിയിൽ വിധി വ്യാഴാഴ്ച. ജാമ്യത്തെ ജില്ലാ കോടതിയിൽ പ്രോസിക്യൂഷൻ എതിർത്തു. കസ്റ്റഡിയിൽ പ്രതികളെ വിട്ടുകിട്ടിയിട്ടും ഒരു തെളിവും കണ്ടെത്താനായില്ലെന്ന് പ്രതിഭാഗവും വാദിച്ചു. മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാട്ടിയതുമായി ബന്ധപ്പെട്ട് ചുമത്തിയ കേസിൽ ശക്തമായ വാദപ്രതിവാദമാണ് കോടതിയിൽ നടന്നത്. കെഎസ്യു നേതാക്കളുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. കേസ് വിധി പറയാനായി ഈ മാസം 12 മാറ്റിവെച്ചു. കെഎസ്യു ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ 13 ദിവസമായി ജയിലിൽ കഴിയുകയാണ്. ജാമ്യത്തെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. എന്നാൽ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തത് പ്രോസിക്യൂഷൻ ഭാഗത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് പ്രതിഭാഗവും വാദിച്ചു. ഇതുവരെയായി മന്ത്രി വീണ ജോർജിന്റെ മൊഴി രേഖപ്പെടുത്താൻ സാധിക്കാത്തത് അന്വേഷണത്തിന്റെ പരാജയമാണെന്നും പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ER വിനോദ് വാദിച്ചു. തികച്ചും രാഷ്ട്രീയപ്രേരിതമായ കേസ് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.